എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോവാണ്. ആക്ച്വലി ഇത് ഇങ്ങനെ ഇട്ടിട്ട് കൊള്ളാല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. മേക്കപ്പ് ഇടുന്നതിനേക്കാൾ റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല, അത്രത്തോളം ആഗ്രഹിച്ച് വാങ്ങിച്ചു. സ്മെല്ല് മാത്രമാണ് എനിക്ക് ആ ഒരു ക്ലേയുടെ സ്മെല്ലായതുകൊണ്ട് എനിക്ക് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിക്കാനല്ലേ പോയത്. ഞാൻ ഇതിന്റെ ഒരു പാക്കേജിങ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. കാരണം ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വേർത്താണ്, ആ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണെന്ന് തോന്നിയിരിക്കുന്ന പ്രൊഡക്ട്സ് മാത്രമേ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുള്ളൂ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാൻ നമ്മൾ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ മസ്കാരയാണ്. ഇത് സുഡിയോയിലുള്ള വോളിമൈസിങ് ആൻഡ് ലെങ്തനിങ് മസ്കാരയാണ്. അവിടെ വോളിമൈസിങ് മസ്കാരയുണ്ട്, പിന്നെ അതേപോലെ കേളിംഗ് മസ്കാരയുണ്ട്, പിന്നെ ലെങ്തനിങ് മാത്രമായിട്ടുള്ള മസ്കാരയുണ്ട്. അപ്പോൾ അങ്ങനെ പല പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്മളത് നോക്കി തന്നെ വാങ്ങണം. എനിക്കിവിടെ വോളിമൈസ് ചെയ്യാനായിരുന്നു താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മസ്കാര വാങ്ങിച്ചത്. എനിക്ക് കൊടുത്ത പൈസയ്ക്ക് എനിക്ക് വേർത്തായിട്ട് തോന്നിയൊരു പ്രോഡക്റ്റാണ്. ഞാൻ ഇവിടെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ ഇതിന് മിക്സഡ് റിവ്യൂസ് ആയിരുന്നു. ചിലർ പറയുന്നുണ്ടായിരുന്നു വലിയ ഗുണമില്ല, ചിലർ പറയുന്നുണ്ടായിരുന്നു നല്ലോണം വോളിമൈസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഞാൻ എന്താണെങ്കിലും ഒരു ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് വാങ്ങിയ പ്രോഡക്റ്റാണിത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ഇപ്പം എനിക്ക് ലാഷസ് അത്യാവശ്യം എനിക്ക് ലാഷസ് കുഴപ്പമില്ലാതെ ഉണ്ട്. പക്ഷെ ഇപ്പം നോർമലായിട്ടിരിക്കല്ലേ, നോക്കിയേ ഈ രണ്ട് സൈഡ് നോർമലായിട്ടിരിക്കല്ലേ. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ലൈറ്റിങ്ങിലൊക്കെ എത്രമാത്രം അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഇത് നല്ല രീതിയിൽ നമ്മുടെ കണ്ണിനെ അടിപൊളിയായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു മസ്കാരയാണ്. ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മസ്കാരയാണ്. നല്ലോണം നമ്മുടെ കണ്ണിനെ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കണ്ണിനൊരു എന്താ പറയേണ്ട ഒരു ഗ്ലോ തരുന്ന എനിക്ക് തോന്നി, നല്ലൊരു എടുത്ത് നിൽക്കുന്ന പോലെ. ഇപ്പോൾ ഈ ഒരു കണ്ണ് കുറച്ചുകൂടെ ഡള്ളാണ് ഇരിക്കുന്നത്, പക്ഷേ ഈ കണ്ണ് നല്ല രീതിയിൽ എടുത്ത് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം പ്രോഡക്റ്റ് ഇതിനകത്ത് ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മസ്കാരയ്ക്ക് ഒരു 8 out of 10 റേറ്റിംഗ് കൊടുക്കും. ഓക്കെ, അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഇനി അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ കാണാം. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഐ ലൈനർ ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിക്കാനല്ലേ പോയത്. ഞാൻ നോർമൽ ആയിട്ടുള്ള സുഡിയോയുടെ തന്നെ നോർമൽ ഐലൈനർ ഉണ്ട്, അത് വാങ്ങിക്കാനേ പോയത്. പക്ഷേ ഇത് ഒരു ഷിമ്മർ ആയിട്ടുള്ള ഐലൈനർ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മാറിപ്പോയതാണ്, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ജെറ്റ് ബ്ലാക്ക് ഫിനിഷ് ഉണ്ടല്ലോ, ആ ഫിനിഷ് കിട്ടത്തില്ല. പക്ഷേ ഇതിന്റെ സുഡിയോയുടെ തന്നെ നോർമൽ ഐലൈനേഴ്സ് ഉണ്ട്, അതിന് ആ ഒരു ജെറ്റ് ബ്ലാക്ക് ഫിനിഷ് കിട്ടും. ഇതിന് പക്ഷേ ഒരു ഷിമ്മറി കൈൻഡ് ഓഫ് ഫിനിഷ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഇത് ഓൾറെഡി ഞാൻ കണ്ണിൽ ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കയ്യിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ ആ ഒരു തിളക്കം കണ്ടോ? അപ്പം ഇങ്ങനൊരു തിളക്കം ഇതിനകത്തുണ്ട്. പിന്നെന്താ ആ ഒരു ജെറ്റ് ബ്ലാക്ക് ഫിനിഷ് കിട്ടത്തില്ല. പക്ഷേ കുറേ നേരം നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്കത് മനസ്സിലാകത്തില്ല. പക്ഷേ പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇങ്ങനൊരു കണ്ണിങ്ങനെ തിളങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ ഇതിനൊരു 7 of 10 ആണ് റേറ്റിംഗ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ചോക്കോ ക്രേവ് BR02 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ഷെയ്ഡാണ്. പക്ഷേ ഇതെനിക്ക് മാച്ച് ആവുന്നൊരു ഷെയ്ഡേ അല്ല. അപ്പം ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഡീപ്പ് സ്കിൻ ടോണുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ചേരുന്നത്. ഇപ്പം എൻ്റെ ഷെയ്ഡിനേക്കാൾ ഒരു 1-2 ഷെയ്ഡ് ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ നല്ലോണം ചേരുന്ന ഒരു ഷെയ്ഡാണ്. കാരണം എനിക്ക് പക്ഷേ ഇത് ഒട്ടും മാച്ച് ഇല്ല. ഞാൻ പക്ഷേ ഭയങ്കര, നിങ്ങൾക്ക് അറിയത്തില്ല, അത്രത്തോളം ആഗ്രഹിച്ച് വാങ്ങിച്ചു. സ്റ്റുഡിയോയിൽ ഈ ഷെയ്ഡ് ഇല്ലായിരുന്നു. ഞാൻ ഒരുപാട് വട്ടം ഈ ഷെയ്ഡിന് വേണ്ടി മാത്രം പോയിട്ട് പോലും അവിടെ ഇതില്ലായിരുന്നു. അങ്ങനെ ഞാൻ കാത്തിരുന്ന് കിട്ടിയൊരു ഷെയ്ഡാണിത്. എന്നിട്ട് പോലും ഈ ഷെയ്ഡ് എനിക്ക് മാച്ചല്ല. ഇത് മാച്ചല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്ക് വിഷമമായിരുന്നു. ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത് നല്ല ഷെയ്ഡാണ്. കുറച്ചും കൂടെ ഒരു ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ മാച്ച് ആവുന്നതാ നല്ലൊരു ഷെയ്ഡാണ്. ഒരു ബ്രൗൺ ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. കണ്ടോ? പക്ഷെ ഈ കയ്യിലിടുമ്പോൾ കാണുമ്പോൾ ഉള്ള ഈ ഒരു ഡാർക്ക്നെസ് ഇപ്പം എൻ്റെയൊക്കെ ചുണ്ടിലിടുമ്പോഴത്തേക്ക് അത്രയും ഡാർക്ക് ആവത്തില്ലത്. അപ്പം അതുകൊണ്ടാണ് എനിക്കിത് മാച്ച് ആവാത്തത്. പക്ഷെ എന്നാലും ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഞാനിപ്പോൾ ഇതിന് റേറ്റിംഗ് ഒരു 10 7 അല്ലെങ്കിൽ 6 അത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മൗ മിസ്റ്ററി അങ്ങനെ ഒരു ഷെയ്ഡാണ്. ഇത് B01
എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. അപ്പം ഇത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയി വാങ്ങിച്ച് ഞാൻ കണ്ട് എനിക്ക് ഓക്കെ എന്ന് തോന്നി വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഈ ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണ്. ഇത് തീരാറായി, ഇനി വീണ്ടും റീപർച്ചേസ് ചെയ്യേണ്ട സമയം വരെ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് നല്ലോണം എനിക്ക് ചേരുന്ന മാച്ച് ആവുന്ന ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും മാച്ചായി പോകുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം കണ്ടോ, ഇതെൻ്റെ സ്കിന്നിൽ ഞാനിപ്പോൾ ചുണ്ടിൽ എന്തെങ്കിലും ഓവറായിട്ട് ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തുമില്ല. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് മാച്ചായി പോകുന്ന, ഒന്നും ഒരു ബെയർ ലിപ്സ് അല്ല, എന്നാൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു എൻഹാൻസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്കാണ്. എനിക്കിത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണിത്. അപ്പം ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഞാനിതിന് ഒരു 10ൽ 9 കൊടുക്കും റേറ്റിംഗ്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇത് ഞാൻ ആ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡിന് മാച്ച് ആണെന്ന് നോക്കി വാങ്ങിച്ചതാണ്. ഇതിന്റെ ഷെയ്ഡ് ഈ ഒരു പേർപ്പിൾ അല്ലല്ലോ, ഇത് റോസ് ടു പേർപ്പിൾ, ആ കൈൻഡ് ഓഫ് ഷെയ്ഡിലൊരു കളറാണ്. ആൻഡ് ഇത് നമ്മുടെ ലിപ്സിനെ ഇങ്ങനെ നല്ല പ്ലംപി ആക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിന് അല്ലാതെ ലിപ് ഗ്ലോസിൽ ഓൾറെഡി അവരിങ്ങനെ നമ്മുടെ ലിപ്സിനെ ഇങ്ങനെ പ്ലംപ് ചെയ്യിക്കുന്ന എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ഇങ്ങനെ എഴുതിയിട്ടില്ല, അത് ഷൈൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. ഇത് പക്ഷേ ഇതിൻ്റെ ഒരു പാക്കേജിങ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. കാരണം ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഓവറായിട്ട് പ്രൊഡക്റ്റ് വരും. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് മാത്രമാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇത്രയും പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു. എന്നിട്ട് ഇത് വെച്ച് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല, കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ, ഇപ്പൊ താഴെ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷെ താഴെ തന്നെ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. കണ്ടോ, ലാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് നേരം ഒന്നും ലാസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ലിപ്സ്റ്റിക്ക് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആട്ടോ. പക്ഷേ ഇത് എനിക്ക് ഈ ലിപ് ഗ്ലോസ് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ നല്ലോണം വേറെ ഇപ്പം നമ്മൾ ഫുഡൊന്നും കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു 1 hour ഒക്കെ അതിൽ കൂടുതലൊക്കെ ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യും. നമ്മൾ റീഅപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ ഒരു 1 hour ഒക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഈ ഒരു ഗ്ലോ അല്ലാതെ നമ്മുടെ ചുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. പക്ഷെ ഈ ഒരു ഗ്ലോ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത് ഒരു 1 hour ഒക്കെയാണ് ഞാൻ നോക്കിയിട്ട് മാക്സിമം ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് റേറ്റിംഗ് കൊടുക്കണ്ടേ? ഇതിന് നമുക്ക് എത്ര റേറ്റിംഗ് കൊടുക്കും? ഇതിന് നമുക്ക് 10ൽ ഒരു 7 കൊടുക്കാം. ഓക്കെ, അപ്പം 7. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇത് കുറച്ചുകൂടെ ഒരു ഷിമ്മർ ലിപ് ഗ്ലോസ് ആണ്. ഓക്കെ, നമ്മുടെ കളറൊന്നുമില്ല, ജസ്റ്റ് ഷിമ്മർ ലിപ് ഗ്ലോസ് മാത്രമാണ്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഓൾറെഡി ഉള്ളതൊന്നും റിമൂവ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു ലിപ് ഗ്ലോസ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഈ ലിപ് ഗ്ലോസ് ഞാനിപ്പം ബെയർ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചത്. ഞാൻ വേറെ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളർ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. ലിപ്സ്റ്റിക് ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്മെല്ല്, ഇതിൻ്റെ ഒരു ക്ലേയുടെ സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് അത്രയ്ക്ക് ഇതായിട്ടില്ല. ഓക്കെ, ലുക്ക്. ഇപ്പൊ നമ്മുടെ ആ ഒരു ചുണ്ടൊന്നും ഗ്ലോ ആയിട്ട് നിൽക്കുന്നില്ല. ഒരുപാട് മറ്റേ ഗ്ലിറ്റർ വന്നേക്കുന്ന പോലെ ഒരു ഷിമ്മറി ഷെയ്ഡൊന്നും അല്ല. പക്ഷെ എന്നാൽ നല്ല രീതിയിലൊന്ന് ഗ്ലോ ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ലിപ്സ്റ്റിക്കിന്റെ കൂടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇതിന്റെ സ്മെല്ല് മാത്രമാണ് എനിക്ക് ആ ഒരു ക്ലേയുടെ സ്മെല്ലായതുകൊണ്ട് എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനെ നമുക്കൊരു 8 കൊടുക്കാം റേറ്റിംഗ്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മേക്കപ്പ് റിമൂവർ ആണ്. ഇത് മൈസലാർ മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ്. നമുക്കറിയാം മൈസലാർ വാട്ടർ ആണ് നമ്മൾ ഈ മേക്കപ്പ് റിമൂവർ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ വൈപ്സ് ആണിത്. ഇത് വൈറ്റമിൻ സി ബയോഡീഗ്രേഡബിൾ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഇത് സൂപ്പർ വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം എനിക്കിത് യൂസ് ചെയ്തിട്ട് എന്താ പറയണ്ടത്, ഞാൻ എങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. മേക്കപ്പ് മീൻസ് അത് റിമൂവ് ചെയ്യാൻ മടി വരാൻ കാരണം വെച്ചാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് മേക്കപ്പ് ഇടുന്നതിനേക്കാൾ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പം റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ടൈമും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനൊരു നല്ല വൈപ്സ് നോക്കി നടക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടൊരു വൈപ്സ് കണ്ടത്. ഇത് ഇപ്പം ഈ ഒരു പാക്കറ്റിനകത്ത് നമുക്ക് 10 വൈപ്സ് ആണ് കിട്ടുന്നത്. ഇത് 29 rupees ആണ്. ആൻഡ് ഇത്
ട്രസ്റ്റ് മീ ഭയങ്കര വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നല്ല അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യും. പിന്നെ ഇതിനൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പം ആ ഫ്രാഗ്രൻസിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്കിതുവരെ പ്രശ്നമൊന്നും വന്നിട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഞാൻ ലിപ്സ്റ്റിക് റിമൂവ് ചെയ്ത് ഈ ഒരു വൈപ്പ് വെച്ചിട്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിത് ഫേസിലുള്ള മേക്കപ്പ് ഞാൻ റിമൂവ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇവിടെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ണിൽ കുറച്ച് ഞാൻ നേരത്തെ ഇട്ട മസ്കാര പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ, നമ്മുടെ ആ ഒരു എല്ലാ പ്രൊഡക്ട്സും കറക്റ്റ് ആയിട്ട് അത് വരുന്നുണ്ട്. ഇനി കണ്ണിലെ മേക്കപ്പാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം റിമൂവ് ചെയ്യുന്നത്. കണ്ടോ, ക്ലിയർ ആയിട്ട് വന്നോണ്ടോ. ഒരു രീതിയിലും നമുക്ക് ഒരു ടൈം എടുക്കുക ഒന്നുമില്ല. നമ്മൾ ഒരു രീതിയിൽ സ്ട്രെസ് കൊടുക്കുക ഒന്നും ചെയ്യേണ്ട. അടിപൊളിയായിട്ട് നമുക്ക് റിമൂവ് ആയിട്ട് വരും. ആൻഡ് നല്ല അത്രയ്ക്ക് അഫോർഡബിൾ ആണ്. യൂസ് ചെയ്ത് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ജുഡിയോയിൽ നിന്ന്. ഞാൻ എപ്പോഴും റീപർച്ചേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടെയാണ് ഈ പറഞ്ഞ മേക്കപ്പ് റിമൂവർ എന്ന് പറയുന്നത്. റേറ്റിംഗ് കൊടുക്കാം ഇതിന് നമുക്കൊരു 10ൽ ഒരു 9.5 എങ്കിലും കൊടുക്കണം. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രൊഡക്റ്റ് കാണാം. ഇപ്പം എൻ്റെ ഈ സൈഡിൽ മേക്കപ്പ് ഇല്ല, ഈ സൈഡിൽ മേക്കപ്പ് ഉണ്ട്. കുഴപ്പമില്ല. മേക്കപ്പ് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല. ജസ്റ്റ് ഞാനൊരു ഫൗണ്ടേഷന് വീഡിയോ ചെയ്യുന്നിടത്തിട്ട് കുറച്ച് ഫൗണ്ടേഷൻസേ ഉള്ളൂ. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ആ മുഖത്തുണ്ടായിരുന്നത് ഫുള്ള് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ജസ്റ്റ് 2 റാൻഡം പ്രൊഡക്ട്സ് മാത്രമാണ് കാണിക്കുന്നത്. മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാൻഡാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സംഭവമാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്തില്ലേ, നമ്മൾ ഫേസ് പാക്ക് ഒക്കെ എടുത്തില്ലേ, അപ്പോൾ നമ്മുടെ ഈ മുടിയുടെ ഒരു ചെറിയ ചെറിയ മുടികളും ഒക്കെ വന്ന് നമ്മുടെ മുഖത്തിങ്ങനെ വന്ന് വീഴും. അപ്പം അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ബോ ഒക്കെ എത്ര വെച്ച് കഴിഞ്ഞാലും അത്രയ്ക്ക് ഫേം ആയിട്ടിരിക്കില്ല. അപ്പോഴാണ് നമ്മളിതാ ഈ ഒരു ബാൻഡ് യൂസ് ചെയ്യുന്നത്. ഞാനത് വെച്ച് കാണിച്ചില്ല. ഈ ബാൻഡ് യൂസ് ചെയ്യുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആണ്. പിന്നെ ഭയങ്കര ക്യൂട്ടായിട്ടൊരു എസ്തെറ്റിക് ആയിട്ട് തോന്നി. ഇങ്ങനെ ഇട്ടിട്ടും കൊള്ളാലോ. അല്ല, ആക്ച്വലി ഇത് ഇങ്ങനെ ഇട്ടിട്ട് കൊള്ളാമല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഇപ്പം നമ്മുടെ മുഖം ഭയങ്കര ക്ലീൻ ആയിട്ട് നമുക്ക് ഒരു മുടി പോലും നമ്മുടെ മുഖത്ത് വന്ന് വീഴാതെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിനൊക്കെ നമുക്കിങ്ങനെ ബാൻഡ് വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം, അതേപോലെ സ്കിൻ കെയർ ചെയ്യാം, അങ്ങനെ എന്ത് കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഈ സംഭവം നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്ത് കളയുകയും ചെയ്യാം, ഇതെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു ക്യൂട്ട് ആയിട്ടുള്ള പർച്ചേസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിന് നമുക്ക് എത്ര കൊടുക്കാം റേറ്റിംഗ്? ഇതിന് നമുക്കൊരു 10ൽ 9 കൊടുക്കാം. ഓക്കെ, ആൻഡ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലച്ച് ക്ലിപ്പാണ്. ഓക്കെ, എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്ലിപ്പാണിത്. ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ക്ലിപ്പാണ്. നല്ലൊരു കളറും എനിക്ക് ഈ ഒരു ഷെയ്ഡും നല്ല ഇഷ്ടമാണ്. അപ്പം ഇത് നമ്മുടെ നല്ല അത്യാവശ്യം വലുതാണെങ്കിൽ നമുക്ക് മുടി ഫുള്ള് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര ക്യൂട്ടായിട്ടൊരു പർച്ചേസ് ആണ് എനിക്ക് തോന്നി. നല്ല സ്ട്രോങ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു അടിപൊളി പർച്ചേസ് ആയിട്ട് എനിക്ക് തോന്നി. ഇതിന് ഞാനിപ്പോൾ ഒരു 10ൽ 8 ഒക്കെ കൊടുക്കും. അടിപൊളിയായിട്ടൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടും തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ കയറി നോക്കുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ളൊരു എൻകറേജ്മെൻറ്റ് ഉണ്ടാകുന്നത്. പിന്നെ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കമൻറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത് കേട്ടോ, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കയറി നോക്കിയിട്ട് എൻ്റെ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. പിന്നെ മാക്സിമം ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം ചാനൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.